ഏറെ ബഹുമാനമുള്ള അധ്യക്ഷൻ ശ്രീ സണ്ണി സാർ, ബഹുമാന്യനായ കുർലോസ് തിരുമേനി, കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡൻറ്റ് അബുജാക്ഷൻ സാർ അടക്കമുള്ള വേദിയിലെ, സുരേഷ് സാർ അടക്കമുള്ള വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ബാലകൃഷ്ണൻ സാർ അടക്കമുള്ള സദസ്സിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും ഈ ധന്യമായ ഈ ദിനത്തിൽ എൻ്റെ നമസ്കാരം ആദ്യം പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ദിവസങ്ങൾ വളരെ വളരെ കഠിനമായിരുന്നു. അതിന് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഞാൻ പ്രിയപ്പെട്ട കൊച്ചേട്ടനോടൊത്ത് ഞങ്ങളൊരു ചെറിയ യാത്ര തുടങ്ങിയിരുന്നു. ആ യാത്രയിൽ ഞാൻ കൊച്ചേട്ടനെ ആദ്യം കാണുന്നത് അപ്പോഴല്ല, ഏതാണ്ട് ഒരു 7 വർഷം മുമ്പ് ഒരു മഴയുള്ള രാത്രിയിൽ കൊച്ചേട്ടൻ്റെ വീട്ടിൽ PRDS-ൻ്റെ ആദ്യർ ദീപത്തിന് വേണ്ടി കൊച്ചേട്ടനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞങ്ങൾ ഒരു 8 മണിയായപ്പോൾ ചെന്നത്. ആ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ ഇരുന്ന് പല വിശേഷങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ആണ് രാത്രി തിരിച്ചു പോകുന്നത്. അവിടെ തൊട്ടൊരു ആത്മബന്ധം കൊച്ചേട്ടനുമായിട്ട് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കൊച്ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ വായനകളിലൂടെ, ചില സദസ്സുകളിലൂടെയൊക്കെ കൊച്ചേട്ടനുള്ള പരിചയം വളരുകയും, പക്ഷെ ഒരിക്കലും കൊച്ചേട്ടൻ മാത്രമല്ല, കൊച്ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നത് കൊച്ചേട്ടൻ്റെ പങ്കാളിയുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടാളിയായിട്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിളികളും കാര്യങ്ങളും ഒക്കെയായി കൊച്ചേട്ടൻ എന്നെ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം രോഗത്തെക്കുറിച്ചുള്ള ചെറിയ സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൊച്ചേട്ടൻ എപ്പോഴും സംസാരിക്കുന്നത് ഈ സാമൂഹികമായ പുരോഗതിയിലേക്ക് എങ്ങനെ ഈ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. അതെനിക്ക്, ഞാൻ കൊച്ചേട്ടൻ വരുന്ന റിവ്യൂ ദിവസങ്ങളെ ഇങ്ങനെ കാത്തിരിക്കും. കാരണം എനിക്കൊരു വലിയ പാഠപുസ്തകമാണ് ആ സമയങ്ങളിൽ തുറന്നു തരുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ കാര്യങ്ങൾ മാറി കൊച്ചേട്ടൻ തന്നെ എൻ്റെ അടുത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ, അതും കുറച്ച് ഗൗരവമുള്ളൊരു ഘട്ടത്തിലാണ് ആ രോഗം കണ്ടെത്തുന്നതും. അപ്പോഴും കൊച്ചേട്ടനാകെ രോഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് കൊച്ചേട്ടനാകെ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ ആദ്യം സംസാരിച്ച ഒരു 5 മിനിറ്റോ 10 മിനിറ്റ് മാത്രമാണ്. മറിച്ച് കൊച്ചേട്ടൻ എപ്പോഴും സംസാരിക്കുന്നത് കൊച്ചേട്ടൻ്റെ എഴുത്തുകളെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാമൂഹ്യ നിർമ്മിതിയെക്കുറിച്ച് എന്നുള്ളതാണ്. ഞാനൊരു PRDS-കാരനാണ്, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനൊരു കൺവെൻഷനലായിട്ടുള്ള, അതിൻ്റെ ഒരു സാമ്പ്രദായിക രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ്. കൊച്ചേട്ടൻ അവിടെ വെച്ച് ഒരു ദിവസം എന്നോട് സംസാരിച്ചു. പൊയ്കയിൽ കൊമരൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, ഇവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചരിത്രത്തിൽ കാണുന്നത്? അപ്പോൾ അതൊരു സാമ്പ്രദായികമായി ചിന്തിക്കുന്ന ഒരാൾ ചിന്തിക്കുന്ന ഒരു തലമല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം, അപ്പോൾ കൊച്ചേട്ടൻ എന്നോട് അത് വിശദീകരിച്ച് തന്നു. പൊയ്കയിൽ കൊമരൻ എന്ന് പറയുന്നത് ഇവിടുത്തെ അടിമയുടെ പ്രതിരൂപമാണ്, അടിമയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആ അടിമ വളർന്നു കഴിയുമ്പോൾ അവൻ തമ്പുരാൻ്റെ വേലപ്പടിക്കൽ വേലയ്ക്ക് ചെല്ലുമ്പോൾ തമ്പുരാൻ കൽപ്പിച്ച് നൽകുന്ന മതവും പേരും അതാണ് യോഹന്നാൻ. അതിൽ നിന്ന് ഒരു തലമുറ ഒരു രക്ഷ തേടുന്നതിനുള്ള വഴിയാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവരെടുത്ത പേരാണ് അപ്പച്ചൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രപരമായ ഒരു വിവക്ഷ അതിന് കൽപ്പിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് കൊച്ചേട്ടനിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട സണ്ണി സാർ ചിന്തകൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ഞാൻ ആദ്യം കാണുന്നതും കൊച്ചേട്ടനെ തന്നെയാണ്. അപ്പോൾ ഈ തലത്തിനപ്പുറത്തേക്ക് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കിയാൽ ഒരു 5 തലമുറ അപ്പുറത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മധ്യ കേരളത്തിലെ ദളിത് ക്രിസ്തീയ സമൂഹങ്ങളുടെ മതബോധമോ മതചിന്തയോ മതമോ പേരോ എല്ലാം ഇങ്ങനെ മാറ്റപ്പെട്ടതാണ്.
ആ കുടിയെടുപ്പ് സ്ഥലങ്ങളിലെ തമ്പുരാക്കന്മാരുടെ മതവും ജാതിയുമായി തീർന്ന നാമങ്ങളാണ്. ഇന്നും ഞാൻ പേറുന്ന എൻ്റെ വീട്ടുപേര് മല്ലപ്പള്ളി പ്രദേശത്തുള്ള ഒരു 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 പ്രമുഖ തറവാടിൻ്റെ ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു പകർച്ചയുടെ സ്വഭാവം മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിലൂടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈ കാലഘട്ടം മാറ്റിമറിച്ചത് കഴിഞ്ഞ നൂറ്റാണ്ട് എന്നത് ഈ സമൂഹത്തിന് ഇത്രയേറെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ചിന്തകൻ വേറെയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ദളിതൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാലഘട്ടത്തിലൂടെ നമ്മുടെ ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതും നമ്മളതുമായിട്ട് താതാത്മ്യപ്പെടുന്നതും. ദളിതൻ വായിച്ച് നമ്മുടെ പടിഞ്ഞാറൻ പാടശേഖരങ്ങളിലെ ഇടവഴികളിലൂടെ സ്കൂളുകളിലേക്ക് പോയിരുന്ന ഇന്നലകളിൽ നിന്ന് ഞാൻ എത്തി നിൽക്കുന്നത് വാറും പനമ്പും നെയ്യുന്ന മുട്ടപ്പള്ളിയിലെ എൻ്റെ മാതാപിതാക്കന്മാരുടെ വീടുകളുടെ പിന്നാമ്പുറങ്ങളിലെ ഊടുവഴികളിലൂടെയാണ്. ഇടങ്ങളും ഭൂപ്രകൃതികളും മാത്രമേ മാറുന്നുള്ളൂ, പക്ഷേ എനിക്കവിടെ കൊച്ചേട്ടൻ നടക്കുന്ന വഴികളിലൂടെ നടന്ന് എന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരും താതാത്മ്യം പ്രാപിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മുടെ ചിന്തകളെ സമീകരിക്കാനും സാധിച്ച ഒരു മാനുഷിയായിരുന്നു കൊച്ചേട്ടനെന്ന് എൻ്റെ ആ ഒരു വർഷത്തെ ജീവിതം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഫെബ്രുവരി 2 എന്ന് പറഞ്ഞൊരു കുറിപ്പ് ഇവിടെ വച്ചിരിക്കുന്നു. ആ ദിവസം എനിക്കും വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ്. കാരണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് കൊച്ചേട്ടൻ ആദ്യം പറഞ്ഞത് അന്നാണ്. ഞാനന്ന് എനിക്ക് പരിഹാരങ്ങൾ മാത്രമേ നിർദ്ദേശിക്കാൻ പറ്റൂ. പരാതികൾ കൊച്ചേട്ടൻ ആദ്യമായി സ്വന്തം രോഗത്തെക്കുറിച്ചൊരു പരാതി പറഞ്ഞത് അന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതിനൊരു പരിഹാരം പറഞ്ഞു, കൊച്ചേട്ടൻ ചാന്ദിനിയോട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, ചാന്ദിനി എഴുതുമല്ലോ. അപ്പം കാരണം എഴുത്ത് മുടങ്ങി ഞാൻ എങ്ങനെ എന്നൊരു ചോദ്യമാണ് കൊച്ചേട്ടൻ എന്നോട് ചോദിച്ചത്. മരണത്തെക്കുറിച്ചുള്ള കൊച്ചേട്ടൻ്റെ കാഴ്ചപ്പാടുകൾ അവിടെ നിങ്ങൾ വായിക്കാം. കൊച്ചേട്ടൻ മറ്റൊന്നും ഈ രോഗത്തിൻ്റെ ചുറ്റുപാടുകളിൽ സമയങ്ങളിൽ എന്നോടധികം രോഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്നോടേറെ ആകുലതയോടെ സംസാരിച്ചത് ബാബുവേട്ടനും അതുപോലെ തന്നെ ജയനും ചാന്ദിനിയും ഒക്കെയാണ്. കൊച്ചേട്ടന് രോഗമൊരു പ്രശ്നമായിരുന്നു, പക്ഷേ എഴുത്ത് നിലയ്ക്കുന്നത് കൊച്ചേട്ടനൊരു പ്രശ്നമായിരുന്നു, ചിന്തകൾ മറയുന്നത് കൊച്ചേട്ടനൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 1-ാം വാർഷികത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, കൊച്ചേട്ടൻ ദീപ്തമാക്കിയ ചിന്തകളെക്കുറിച്ചുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വേദിയിൽ നടക്കുന്നത്. നമുക്കും കൊച്ചേട്ടൻ മുന്നോട്ട് വെച്ച ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാം, കൊച്ചേട്ടൻ മുന്നോട്ട് വെച്ച എഴുത്തുകളെ മുന്നോട്ട് കൊണ്ടുപോകാം. രാഷ്ട്രീയമായി വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. നമുക്കും പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഇവരോടൊപ്പം ആശയങ്ങൾ പങ്കിട്ടുകൊണ്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്കേറെ പരീക്ഷണങ്ങൾ നേരിട്ട, ഏറ്റവും കൂടുതൽ എന്നെ ഉലച്ചു കളഞ്ഞ ദിവസങ്ങളാണിതെന്ന് ഇവിടെ ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും. ആ ഓർമ്മകൾക്ക് മുമ്പിൽ, കൊച്ചേട്ടൻ്റെ സ്നേഹത്തിന് മുമ്പിൽ, കൊച്ചേട്ടൻ എപ്പോഴും വെച്ച ഒരു കരുതലിൻ്റെ മുമ്പിൽ, അതാണ് എന്നെ ഇവിടെ അവരെ വിളിക്കാൻ ഞാനിവിടെ വലിയൊരു പ്രാസംഗികനോ ദളിത് ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ ഇവിടെ വിളിക്കാനുള്ള കാരണം കൊച്ചേട്ടൻ്റെ മനസ്സിലുള്ള ഒരു പ്രത്യേക ഇടം എനിക്കുണ്ടായിരുന്നു എന്നത് വളരെ ദുഃഖത്തോടുകൂടി ഈ സമയം ഓർത്തുകൊണ്ട് കൊച്ചേട്ടൻ്റെ ചിന്തകൾക്ക് മുമ്പിൽ എൻ്റെ ആദരർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.